നല്ല നല്ല മുന്നിരിക്ക നമ്മളിപ്പോ പോകുന്നേ കാണുന്നില്ല മോനെ. നല്ല ഒന്നാം തരം കുതാകുത്തനുള്ള നല്ല ഒന്നാം തരം ചുരം. സൗത്ത് ഇന്ത്യയിലെ 70 എയർപിന്നുള്ള കൊല്ലിമലയിലേക്ക്. ഓ സൂപ്പറാ, സൂപ്പർ അല്ലേ. ഇങ്ങനെ വയനാട് ചുരം താമരശ്ശേരിയെല്ലാം കണ്ടുകൊള്ളൂ. പറഞ്ഞു പോകുന്നത് നമ്മളെ ഏരിയയിലെ ചുരം മാത്രം കണ്ടു ശീലിച്ച് നമുക്ക് ഇതൊരു ഇത് 70 എയർപിന് നല്ല ചേരട്ട ചുരഞ്ഞ് പോകുന്നതിനോട്ട് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോവാ. കുതാകുത്തനുള്ള സാധനം നമുക്ക് കണ്ടിട്ട് പോന്നാലോ? പോകുന്നാല് പോവാ. നമ്മള് നേരത്തെ തള്ളിയില്ലേ പോയാല് 70 എയർപിൻ ഉണ്ടെന്ന്. ഒന്നാമത്തെ എത്തിയിട്ടുണ്ട്. കണ്ടിക്കാ തുടങ്ങിയിട്ടുണ്ട്. ഇനി വളഞ്ഞു പൊളഞ്ഞ് നമുക്ക് പോയിട്ട് വരണോ? എണ്ണാനൊക്കെ അറിയാ. 70 വരെ എണ്ണണോ? നടക്കൂല. ഓ സെറ്റാവും. അല്ല നമ്മക്ക് എണ്ണ അറിയാട്ടോ, പക്ഷെ സ്റ്റാറിങ് വളക്കാൻ അറിയില്ലേ? 70 ഷാർട്ട് കേട്ട് വളക്കണോ? റെഡി അല്ലേ? ഓ സെറ്റ് നമുക്ക് തകർക്കാം. അങ്ങനെ മൂന്നെത്തിക്കണ്ടേ? എണ്ണിക്കോളെ മൂന്നെത്തിക്കണ്ടേ? മൂന്നാമത്തേക്ക് കുതിരത്ത് മക്കളെ പടച്ചോനെ ഇതെന്താ കാണുന്നത്? ഇതാരാ ഉണ്ടാക്കിയ റോഡല്ലോ? ഇത് കണ്ട വളച്ച് പടച്ചോനെ നമ്മളെ കാത്തോളി മറ്റേ പപ്പു പറഞ്ഞിട്ട്. അല്ലാ എന്താ വളവ്, എന്താ പച്ചപ്പ് ഹരിതാവേലോ. നമ്മളെ മൊഞ്ചം സിറായിക്കാന്റെ ഭാഷയെ പറഞ്ഞാല് ഇതെന്നാ കുഞ്ഞു മോനെ ഞാൻ ഈ കാണുന്നത്? എന്ത് കുതിരത്താളി ഇത്, വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന റോഡ്. ഇതാണ് മക്കളെ കൊല്ലി ഹിൽസ്. ഇതങ്ങനെ കാരി പോവുകയാണ്. എത്രാമത്തെ ബെൻഡായി സൽമോ? എട്ടാമത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന കൊല്ലി ഹിൽസ്. നല്ല സുന്ദരമായി ശാന്തമായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നല്ല എയർപിന്നുകളുള്ള 70 എയർപിന്നുകളുള്ള നല്ല ഒന്നാം തരം കൊല്ലി ഹിൽസ്. മാഷാ അല്ലാഹ്, ആരല്ല വരുന്നേ? നല്ല പ്രകൃതി രമണീയമായ രമണീപ്പാങ്ങ് പോയാലും നല്ലൊരു എയർപിന്ന് ഉഷാറായിട്ട് ഒരു ദിവസം യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതൊരു മൈൻഡിലേക്ക് വരണോ അല്ലേ? ഒറ്റ മൈൻഡിലേക്ക് അതിന്റെ വൈബ് സുന്ദരമായിട്ട് ശാന്തമായിട്ട് ഇതാ ഈ കാണുന്ന ഉഷാറായിട്ട് നമുക്ക് എന്താകാം ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. എന്ത് സമാധാനത്തിലും. പിന്നെ സേഫ്റ്റിന്റെ കാര്യം പറയണ്ട കേട്ടോ. ഇവിടെ നല്ല നമ്മളെ റോള് വരുന്ന സൈഡിലൊക്കെ മറ്റേ റോളുള്ള സാധനം വരുന്നത്, തട്ടി മറിച്ചിട്ട് അപ്പുറത്തേക്കൊന്നും പോകുമെന്ന് പേടിക്കണ്ട. നല്ല സേഫ്റ്റി റോഡാണ്. ബാക്കിയൊക്കെ നിങ്ങളെ കയ്യിലെ ഡ്രൈവിംഗ് പോലെ ഉണ്ടാവും. നമ്മളിപ്പോ ഉള്ളത് കൊല്ലി ഹിൽസിലുള്ള 30ാമത്തെ എയർപിന്നില്. അതായത് ഇത്ര നല്ല വിശാലമായിട്ട് ഒരു നാട് മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം. തമിഴ്നാടിന്റെ ഏകദേശ ഭാഗം, താഴ്ന്ന ഭാഗങ്ങൾ മൊത്തം നമ്മളിപ്പം ഇവിടുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് മഴക്കാലത്തെല്ലാം വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കൊല്ലി ഹിൽസ്. എയർപിന്ന് പിന്നെ നല്ല ബസ്സെല്ലാം വരുന്നതാണ്. എന്താ സുഖം എന്നാ കണ്ട, ഒടിഞ്ഞ് വളഞ്ഞു വരുന്ന. അപ്പൊ നമ്മളിതാ മക്കളെ 70 കാരി ഇരിക്കുന്നു. 70 കാരി അത് കണ്ട് അതാ നമ്മക്ക് പോകണ്ട റോഡ് ഇട്ടാ അങ്ങനെ പോകുന്നത്. കുറച്ചപ്പുറത്തെ തണുക്കും. ഇതെല്ലാം കാശ്മീരിന്റെ ഏരിയ, ഡാമിന്റെ ഒരു തുള്ളി വെള്ളയില്ല ഇവിടെ. അപ്പൊ നമ്മളെ കൊല്ലി ഹിൽസിന്റെ യാത്ര കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാ? വാൽപ്പാറയിലെ എയർപിൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല ഉഷാറിൽ കയറുന്നതാ വാൽപ്പാറേൻ്റെ ഹിൽ സ്റ്റേഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നല്ല സുന്ദര ശാന്തസുന്ദരമായ റോഡ്, കുറേ നീലഗിരി ലംഗൂസ് ഉണ്ട്. നല്ല സുന്ദരമായ സാധനം, നല്ല എന്താ പറയുക, ബ്ലൂ കളറിലുള്ള നല്ല പൂവുകളും നല്ല അതിൻ്റെ ഇടയ്ക്ക് നല്ല പച്ചപ്പ് ഹരിതാപവും നല്ല രസകരമായിട്ടുള്ള നല്ല ഒന്നായിട്ടുള്ള ഡെസ്റ്റിനേഷൻ വാൽപ്പാറ. വാൽപ്പാറയിലുള്ള ഒരു വാട്ടർഫോൾസിന്റെ തൊട്ടരികത്താണ് നമ്മളുള്ളത്. അടിപൊളിയായിട്ടുള്ള ലൊക്കാലിറ്റി എന്നെല്ലാം പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ലൊക്കാലിറ്റി. അന്റെ സെൽമു ബാ മുത്തേ, എന്ത് ഭയങ്കര സെറ്റായിട്ടുള്ള സ്ഥലമാണിത്. ആസ്വദിക്കാൻ പറ്റിയ ഏതൊരാൾക്കും നല്ല സെറ്റായിട്ട് ഫാമിലി പരമായിട്ടും വന്നുകാണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. 20 സെക്കൻഡോ 15 സെക്കൻഡായിട്ട് അല്ല ബസ്സെല്ലാം ഇറങ്ങി വരുന്നതാ മോനെ. സുന്ദരമായ തേയിലത്തോട്ടത്തിന്റെ നടുവ് കൂടി വാൽപ്പാറയിലൂടെ മനോഹരമായ വശ്യമനോഹര ദേശമാണ് സുന്ദര കേദര നാടിതാണ് തേയിലത്തോട്ടവും കൺകുളിർമേകുന്ന. ലെഫ്റ്റ് സൈഡ് കേട്ടോ ഒന്നുകൂടി ഭംഗി. ലെഫ്റ്റ് സൈഡ് താഴ്വാരം കിട്ടുമെങ്കിൽ അടിപൊളിയായി നല്ലൊരു ഫാമിലി എല്ലായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ മനോഹരമായ സ്ഥലം. മനോഹരം, മനോഹരത്തിന്റെ മുകളിൽ വേറെ മുഞ്ചുള്ള സ്ഥലം, നല്ല നല്ല മുഞ്ചുള്ള സ്ഥലം, നല്ല ഒരുപാട് കൂട്ടത്തോടെ വന്നിട്ട് കുറേ ഫോട്ടോ ചറവർ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. നിങ്ങളെടുത്ത് വെളിച്ചടിഞ്ഞായി എന്താ പറയാ, മരം തന്നെ കാണുന്നില്ല മക്കളെ പൂക്കൾ കൊണ്ട്. മാഷാ അല്ലാ. അയ്യോ ഫോർത്തിലാറ്റ വണ്ടിയുള്ള തേർഡിലാണ്. വാട്ടർഫോൾ എസ്റ്റേറ്റ് വെള്ളച്ചാട്ടമുണ്ട് താഴെ പോയി, പക്ഷെ വെള്ളം കുറവാണ്. വാട്ടർഫോളിലൊന്നും പോയിട്ട് കാര്യമില്ല. വാട്ടർഫോളിലൊന്നും പോയിട്ട് കാര്യമില്ല, വെള്ളമില്ല തീരെ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരു ഫാമിലിക്കും വൈബ് ആസ്വദിക്കാൻ കഴിയുന്നല്ലേ. നല്ല എന്താ പറയാ, ബിജനും പിച്ച സ്ഥലം. അപ്പൊ ഈ കാണുന്ന തേയിലത്തോട്ടല്ലേ സെൽമോ, ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രസമില്ലേ തേയിലത്തോട്ടെല്ലാം കാണാൻ. ഈ തേയിലത്തോട്ടം സ്ഥാപിച്ച മനുഷ്യനാണ് നമ്മളെ പിന്നെ കിടക്കുന്ന കാർവർ മാർക്സ്. ഈ വ്യക്തിയാണ് വാൽപ്പാറയുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഈ തേയിലത്തോട്ടം മൊത്തം സ്ഥാപിച്ച ഒരു മനുഷ്യൻ. ഇയാളെ പ്രതിമ ഉണ്ടാക്കിയതാണ് കനേസ ജനോവ എന്നുള്ള ഇറ്റലിക്കാരനോ കാര്യമായിരിക്കും അല്ലേ. എന്തായാലും അതിമനോഹരമായിട്ട് നല്ലൊരു പ്രതിമ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ. എന്തായാലും ഇന്ത്യക്കാരനല്ല വെളിനാട്ടുകാരൻ. വലിയ നാട്ടുകാരൻ. ഇതാണ് മക്കളെ ഷോളയാർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് ഉണ്ടാക്കുന്ന സാധനം. ജലത്തിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഏരിയ. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്ന് താഴോട്ട് പൈപ്പോട് താഴത്തോട്ട് അവിടെ ജനറേറ്റർ റൂമുണ്ട്. അതിലേക്ക് നല്ല പ്രഷറിൽ എന്താക്കും ജനറേറ്റർ കറങ്ങിയിട്ട് കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് അവിടെ നിന്ന്